ഗ്രാമറിന്റെ മാരത്തോൺ ലൈവിൽ നിങ്ങൾ പറഞ്ഞിരുന്നു ആക്റ്റീവും പാസീവും പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാക്കി തരുമോ എന്ന് ചോദിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ വേറൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നത്. സോ ഇതുപോലുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇന്ന് രാത്രി നമുക്ക് മെഗാ മാരത്തോൺ ഉണ്ട്. അതിൽ നമുക്ക് കംപ്ലീറ്റ് ഗ്രാമറും അതുപോലെ തന്നെ കംപ്ലീറ്റ് ചാപ്റ്ററൊക്കെ സെറ്റ് ആക്കുന്നതായിരിക്കും. സോ ആക്റ്റീവും പാസീവും പഠിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുള്ളത് ഒരു എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്താണ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ആക്ച്വലി ഈ ആക്റ്റീവ് വോയിസ് എന്താണ്? വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഷോ വെദർ ദ സബ്ജക്ട് ഡസ് ദ ആക്ഷൻ ഓർ റിസീവ് ദ ആക്ഷൻ. സബ്ജക്റ്റ് ശരിക്കും ആക്ഷൻ ചെയ്യുകയാണോ അല്ലെങ്കിൽ ആക്ഷൻ സ്വീകരിക്കുകയാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് വോയിസ്. ഓക്കെ, ആക്റ്റീവ് വോയിസ് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ് അതിൽ ആക്ഷൻ ചെയ്യുന്നത്. പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആക്ഷൻസ് റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. ശരിക്കും ചെയ്യുന്ന ഒരാൾ തന്നെയായിരിക്കും, പക്ഷെ അത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ആക്ഷൻ കിട്ടി എന്നും അയാൾ ആക്ഷൻ ചെയ്തു എന്നും പറയും. അതിനാണ് ആക്റ്റീവും പാസീവും പറയുന്നത്. നമുക്ക് കൂടുതൽ വ്യക്തമാക്കാം എന്താണ് ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിന്റെ സ്ട്രക്ചർ ഇതാണ്: സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. എക്സാമ്പിൾ ഉണ്ട്, ദ ബോയ് കിക്ക് ദ ബോൾ. ഇത് ആരാ? സബ്ജക്റ്റ് ആരാ? സബ്ജക്റ്റ് എന്നുള്ളത് ഇവിടെ ബോയ് ആണ് സബ്ജക്റ്റ്. ഓക്കെ, ഇതിൽ വേർബ് എന്താണ്? കിക്ക്, കിക്ഡ് എന്നുള്ള വേർബാണ് ഇതിൽ വരുന്നത്. എന്തിനെയാ കിക്ക് ചെയ്തത്? ഒബ്ജക്റ്റ് ഏതാണ്? ബോൾ എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഓർഡർ. ഇതാണ് ആക്റ്റീവ് വോയിസ്. പൊതുവെ നമ്മൾ സംസാരിക്കാറുള്ളത് ഈ ഒരു വോയിസിലാണ്, ആക്റ്റീവ് വോയിസിലാണ്. ഷീ റൈറ്റ്സ് എ ലെറ്റർ അല്ലേ? ഷീ സബ്ജക്റ്റ്, റൈറ്റ്സ് വേർബ്, എ ലെറ്റർ യെസ് ആക്ച്വലി ഒബ്ജക്റ്റ് ആണ് അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നു യെസ് ഇതിന്റെ ഇത് നമ്മൾ പഠിച്ചല്ലോ, ആക്റ്റീവ് വോയിസിന്റെ ആ ഒരു സ്ട്രക്ചർ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പാസീവ് വോയിസ് പറയാൻ പോവാണ്. ഫസ്റ്റ് കൺഫ്യൂഷൻ ഇവിടെയാണ് വരാൻ പോകുന്നത്. സ്ട്രക്ചർ തന്നെ നോക്കിക്കോ. ഒബ്ജക്റ്റ് ആണ് ഫസ്റ്റ് വരിക. എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന ഒബ്ജക്റ്റ് ഇവിടെ ഫസ്റ്റിൽ വരും. ഇനി ബി വേർബ് V3, അതൊരു കൺഫ്യൂഷൻ ആണ്. ബി വേർബ് എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലായ്പ്പോഴും ഈ പറയുന്ന പാസീവ് വോയിസ് V3 ആയിരിക്കും. ജസ്റ്റ് അത് മനസ്സിലേക്ക് ഉറപ്പിച്ചു കളയാം. പാസീവ് വോയിസ് ഓൾവേസ് V3 ആയിരിക്കും. ആൻഡ് ബൈ എന്നുള്ളൊരു സാധനം അതിലുണ്ടായിരിക്കും. ഏത് സബ്ജക്റ്റിനെ കൊണ്ട് ചെയ്തു അല്ലേ? ബൈ പ്ലസ് സബ്ജക്റ്റ് ഉണ്ടാവുക. നേരത്തെ ദ ബോയ് കിക്ഡ് ദ ബോൾ എന്ന് പറഞ്ഞെടുത്ത് എന്തായി? ദ ബോൾ വാസ് കിക്ഡ് ബൈ ദ ബോയ് അല്ലേ? ബോൾ എന്തായി മാറി? ഇവിടത്തെ സബ്ജക്റ്റ് ബോളായി മാറി. ബോയ് എന്തായി? ഒബ്ജക്റ്റ് ആയി മാറി. ഓക്കെ, ഇത് സബ്ജക്റ്റ് ആയി മാറി. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ് ആയി. വേർബ് അവിടെ തന്നെയുണ്ട്, പക്ഷെ വേർബിനൊരു മാറ്റം വന്നു അല്ലേ? നേരത്തെ കിക്ഡ് എന്ന് മാത്രം, അത് V2 ആയിരുന്നു നേരത്തെ. ഇപ്പൊ ഇവിടെ V3 ആയി. മാത്രമല്ല വാസ് എന്നുള്ളൊരു സാധനം ആഡ് ചെയ്യുകയും ചെയ്തു. എന്താണ് ഈ പറയുന്ന ബി വേർബ് മാറ്റം എന്ന് നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഹർ എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ്? ഇത് V3 ആണ്. ഈ പറയുന്ന ഈസ്, ഓക്സിലറി ഈസ് അവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതല്ലേ? ഇതാണ് അതിനുള്ളൊരു ചാർട്ട്. ഇത് നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോ, സിമ്പിൾ പ്രസന്റ് ആകുന്ന സമയത്ത് ആമോ, ഈസോ, ആറോ ആണ് വരിക. യെസ്, ഇവിടെ എ ലെറ്റർ ഈസ് എന്താണ്? എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രസന്റ് കണ്ടിന്യൂസിലാണെങ്കിൽ അവിടെ ആഡ് ചെയ്യുന്നത് ബീയിങ്, ആമോ, ഈസോ, ആറാവട്ടെ ഏതാണെങ്കിലും സിംഗുലറും പ്ലൂറലും നോക്കിയിട്ട് അതിൽ ബീയിങ് ആഡ് ചെയ്യുന്നു. പ്രസന്റ് കണ്ടിന്യൂസിൽ ബീയിങ് ആഡ് ചെയ്യുന്നു. പ്രസന്റ് പെർഫെക്റ്റിൽ ബീൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് സിമ്പിൾ പാസ്റ്റിൽ വാസും വേറും തന്നെ നോ ചേഞ്ച് അല്ലേ? വാസും വേറും കൊടുക്കുന്നു, V3 കൊടുക്കുന്നു. ഓക്കെ, സ്ലൈഡ് ജമ്പ് ആയതാണ്. നെക്സ്റ്റ് വൺ. ഓക്കെ, പിന്നെ എന്താണ്? ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുന്ന സമയത്ത് വാസും വേറും കൂടെ ബീയിങ് വരുന്നുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റിലാകുന്ന സമയത്ത് ഹാഡിന്റെ കൂടെ ബീന് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ഫ്യൂച്ചറിൽ ബി ആണ് വരുന്നത്. ആൻഡ് മോഡൽ വേർബ്സിൽ ഏതൊക്കെയാ? ക്യാന്, മേ, മസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ കൂടെ ബി വരും. ഇപ്പൊ ഇതൊരു ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തില്ലടാ, അത് എക്സ്ട്രാ, അത് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെ ടെൻസാന്നുള്ളത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൺഫ്യൂഷൻ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബാക്കി സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ബൈയും കൊടുത്തു കഴിഞ്ഞാൽ ആക്റ്റീവ് പാസീവ് ആക്കാം. കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് പറയാം. 3 സ്റ്റെപ്പാണ് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആദ്യം അതിലെ ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഒരു സെന്റൻസ് വരുന്നു, അതിൽ ഒബ്ജക്റ്റ് ഷീ റോട്ട് എ ലെറ്റർ, അവൾ ഒരു കത്ത് എഴുതി. എന്തിനു എഴുതി? ലെറ്റർ എഴുതി. അപ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. എന്താണ് ഒബ്ജക്റ്റ്? നിങ്ങൾ കണ്ടുപിടിച്ചു. എന്നിട്ടോ ആ ഒബ്ജക്റ്റിനെ മേക്ക് ദ ഒബ്ജക്റ്റ് ദ ന്യൂ സബ്ജക്റ്റ്, അത് പുതിലേക്ക് വരുന്ന സമയത്ത് അതിനെ സബ്ജക്റ്റ് ആക്കി മാറ്റുക. ലെറ്ററിനെ നമ്മൾ എന്താക്കുന്നു? സബ്ജക്റ്റ് ആക്കി മാറ്റുന്നു. എ ലെറ്റർ എന്ന് കൊടുക്കുന്നു, സബ്ജക്റ്റ് ആക്കി മാറ്റി. ഓക്കെ, എന്നിട്ടോ ആഡ് കറക്റ്റ് ബി വേർബ് V3. ബി വേർബും V3 നമ്മൾ ആഡ് ചെയ്യണം അല്ലെ? ഇവിടെ ഷീ റോട്ട്, ഇത് V2 ആണ് അല്ലെ? V2 അറിയുമ്പോൾ സിമ്പിൾ പാസ്റ്റ്, ഷീ റോട്ട് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുക, സിമ്പിൾ പാസ്റ്റിന് നമ്മൾ ഏതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് മുന്നത്തെ സ്ലൈഡിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതാ സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്താൽ മതി? വാസോ വേറോ ചേർക്കുന്നു, വാസ് അല്ലെങ്കിൽ വേർ ചേർക്കുന്നു, പ്ലസ് ബീയിങ്. ഓക്കെ, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ
വാസ് അല്ലെങ്കിൽ വേർ മാത്രം ചേർത്താൽ മതി, വേറെ ഡെക്കറേഷൻ പരിപാടീസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് കിട്ടും എന്താണ് വാസ് റിട്ടൺ, വാസ് ചേർക്കുന്നു, ഇവിടെ V3 ചേർക്കുന്നു, ബൈ ഹെർ. ഓക്കെ, പിന്നൊരു മാറ്റം, ഇവിടെ ഷീ ആയിരുന്നത് ഇവിടെ ഹെർ ആയി മാറി. അതിനുള്ള ലിസ്റ്റാണിത്. പ്രോനൗൺ ഒരു മാറ്റം ഉണ്ടായിരിക്കും. ഐ മീ ആകും, വി അസ് ആകും, ഹി ഹിം ആകും, ഷീ ഹെർ ആകും, ദേ ദെം ആകും. ഓക്കെ, ഇത് മിക്കവാറും നിങ്ങൾ റിപ്പോർട്ട് സ്പീച്ചിൽ പഠിച്ചതൊരു സംഭവമായിരിക്കും. പ്രോനൗണിലുള്ള ഈ ഒരു മാറ്റം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും. എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾ സെന്റൻസ് നോക്കൂ. ആക്റ്റീവ് ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദറ്റ് ലെസൺ. സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആകുന്ന സമയത്ത് ഈസ് ആണ് ആഡ് ചെയ്യുന്നത്. The lesson is explained by the teacher. Okay, ഇനി ആക്റ്റീവ് they clean the classroom, they clean the room. അവര് റൂം ക്ലീൻ ചെയ്തു. സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. അവിടെ വാസ് ആണ് എക്സ്ട്രാ വന്നുള്ളത്. the room was cleaned by them. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് V3 ആണ്, ഇത് V3 ആണ്. അത് മൊത്തം V3 ആയിരിക്കും. പാസീവിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ് V3 ആയിരിക്കും. ആഡ് ആവുന്നത് യെസ് ബി ഫോമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വാസും ഈസും ഒക്കെയാണ് അധികം വന്നിട്ടുള്ളത്. സോ നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. ദ ബോയ് എയ്റ്റ് ദ മാംഗോ, ഷീ റൈറ്റ്സ് എ പോം, ദേ ഓപ്പൺഡ് ദ ഡോർ. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുന്നതോടുകൂടി നിങ്ങൾക്ക് പഠിച്ചോ അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് സെറ്റാക്കുക. നമുക്ക് മെഗാ മാരത്തോൺ ഉണ്ട്. കൃത്യം 7 മണിക്കാണ് നമ്മുടെ മെഗാ മാരത്തോൺ. സമയം മാറ്റമുണ്ട്, 7 മണിക്കാണ്. സോ മിസ് ചെയ്യരുത്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം, സെറ്റാക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഓൾ ദി ബെസ്റ്റ്.